ഞാൻ ബാങ്കോക്കിലായിരുന്നു. ഇന്നവിടെ ഞങ്ങളുടെ ഏറ്റവും വലിയ ഫുഡ് പ്രോസസ്സിങ് അവിടുത്തെ കമേഴ്സ് മിനിസ്റ്റർ വന്ന് ഇനാഗുറേഷൻ നടത്തി. നേരെ എയർപോർട്ടിൽ കയറി വന്നത്. അപ്പോൾ കൊച്ചിയിൽ ഇറങ്ങി കഴിഞ്ഞ പിന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണ് ഭാരതം. ലോകത്തിലെ ഏറ്റവും വലിയതും ശക്തിയുള്ളതുമായ ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മുടെ ഭാരതത്തിൻ്റെ. നമ്മൾക്ക് ആ കോൺസ്റ്റിറ്റ്യൂഷനോട് ഭരണഘടനയോടൊരു ബാധ്യതയുണ്ട്, രാജ്യത്തോടൊരു ബാധ്യതയുണ്ട്. ഒരു പഞ്ചായത്ത് മെമ്പർ മുതൽ പ്രധാനമന്ത്രി വരെയും ഈ രാജ്യത്ത് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾക്ക് ഒരു പ്രത്യേകമായ പ്രോട്ടോക്കോളുണ്ട്. ഒരു കച്ചവടക്കാരനും ഒരു വാർഡ് മെമ്പറും കൂടി നിന്നാൽ ആ വാർഡ് മെമ്പറാണ് എപ്പോഴും, കാരണം ജനങ്ങളുടെ പ്രതിനിധി. ഞാൻ പഠിച്ച സ്കൂളാണ് 1 മുതൽ 4 വരെയും പഠിച്ച നാട്ടിക ലോവർ പ്രൈമറി, മാപ്പിള ലോവർ പ്രൈമറി സ്കൂളാണ്. ഇവിടെയാണ് ഞാൻ പഠിച്ചത്. അപ്പം പ്രത്യേകിച്ച് ഞാൻ പഠിച്ച് വളർന്ന സ്കൂളിൽ വോട്ട് ചെയ്യാൻ വരുന്നതെന്നുള്ളതിൽ എനിക്ക് പ്രത്യേക സന്തോഷം. എൻ്റെ ഭരണഘടന ബാധ്യത ഞാൻ നിർവഹിക്കുന്നു എന്നുള്ളത് എനിക്ക് പ്രത്യേകമായിട്ടുണ്ട്. ഷൺമുഖൻ എവിടെ? ഞങ്ങൾ ഒരുമിച്ച് ഒരു ക്ലാസ്സിൽ ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ചത് ഷൺമുഖൻ. ത്രിതല പഞ്ചായത്ത് വോട്ടെടുപ്പ് ദിനത്തിൽ നിന്നാണ് ഈ സൗഹൃദ കാഴ്ച. തന്റെ ബാല്യകാല സുഹൃത്തിനെ വർഷങ്ങൾക്ക് ശേഷം കണ്ടപ്പോൾ ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി ചേർത്തു പിടിച്ചു. വോട്ട് ചെയ്യാനായി ജന്മനാടായ നാട്ടികയിലെ MLP സ്കൂൾ ബൂത്തിലെത്തിയപ്പോഴാണ് ബൂത്ത് ഏജന്റായി നിൽക്കുന്ന ഷൺമുഖനെ MA യൂസഫ് അലി കാണുന്നത്. വോട്ട് ചെയ്തിറങ്ങിയ വേളയിൽ അപ്രതീക്ഷിതമായാണ് സുഹൃത്തിനെ കണ്ടത്. ഉടൻ അദ്ദേഹത്തെ MA യൂസഫ് അലി ചേർത്തു പിടിച്ചു. വിശേഷങ്ങൾ തിരക്കി, പുഞ്ചിരിച്ചു. കിലോമീറ്ററുകൾ താണ്ടി ബാങ്കോക്കിൽ നിന്ന് തന്റെ സ്വകാര്യ ജെറ്റിലും തുടർന്ന് ഹെലികോപ്റ്ററിലുമാണ് അദ്ദേഹം വോട്ട് ചെയ്യാനായി ജന്മനാട്ടിലേക്ക് എത്തിയത്. MA യൂസഫ് അലിയെ കാണാനും വർത്തമാനം പറയുവാനും ഒരു നാട് മുഴുവൻ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഇതിനിടയിലാണ് തന്റെ ബാല്യകാല സുഹൃത്തായ ഷൺമുഖനും MA യൂസഫ് അലിക്ക് മുന്നിലേക്ക് എത്തിയത്. ഉടൻ തന്നെ അദ്ദേഹത്തെ കണ്ട് വിശേഷങ്ങൾ തിരക്കി. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവനാണെന്നും ഞാൻ പഠിച്ച സ്കൂളാണിതെന്നും യൂസഫ് അലി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഷൺമുഖൻ എവിടെ? ഞങ്ങൾ ഒരുമിച്ച് ഒരു ക്ലാസ്സിൽ ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ചത് ഷൺമുഖൻ. ബൂത്ത് ഏജന്റാണ്, തൊട്ടടുത്ത വീടാണ്. അതിൽ അവരെ കാണുമ്പോൾ എനിക്ക് പ്രത്യേക സന്തോഷമുണ്ട്. കാരണം നമ്മൾ ഇവിടെയല്ല ജനിച്ചു വളർന്നത്, അത് മറക്കാൻ പാടില്ല. അദ്ദേഹം 4ാം ക്ലാസ് വരെ പഠിച്ച സ്കൂൾ കൂടിയാണ് നാട്ടിക MLP സ്കൂൾ. അതേ സ്കൂൾ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ പോളിംഗ് ബൂത്തും.